ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, ശിവുവിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് മൂകാംബികയിലോട്ടാണ് യാത്ര പോകുന്നത്. അപ്പോൾ ശിവുവിന് 2.5 വയസ്സൊക്കെ ആയി, എഴുത്തിനിരുത്തേണ്ട പ്രായമായല്ലോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാമെന്നാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നേർന്നതൊന്നുമല്ല, എന്തായാലും ഞാൻ ഇതുവരെ തൊഴുതിട്ടില്ല, അപ്പോൾ രണ്ടും നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ 2 അമ്മമാരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് ഞാൻ ഒരെണ്ണം അവനും കൂടെ പോയിട്ട് വരാമെന്നാണ്. പിന്നെ വിചാരിച്ചു എപ്പോഴേലൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ എൻ്റെ അമ്മയും ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് അങ്ങനൊരു എന്താ പറയുക, ഡിവോഷണൽ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്തിനിരുത്തലും ആവും തൊഴലും ആവും. ഇനിയിപ്പോൾ എപ്പോഴെപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഒക്കെ എക്സ്പ്രസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മൂകാംബിക ബൈന്ദൂർ സ്റ്റേഷൻ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ AC അല്ല, സ്ലീപ്പറായിരുന്നു, നോർമൽ സ്ലീപ്പറായിരുന്നു കേട്ടോ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ AC അവൈലബിൾ ആയിരുന്നു പോകുന്ന സമയത്ത്. പക്ഷേ നമ്മൾ സ്ലീപ്പർ എടുത്ത് നൈറ്റ് ആയതുകൊണ്ട് ചൂടുണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമുക്ക് AC കിട്ടിയില്ല കേട്ടോ. നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല, കാരണം ഉച്ചയ്ക്കാണ് വരുന്നത്. പക്ഷേ വിചാരിച്ച അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമൽ സ്ലീപ്പർ തന്നെയാണ് തിരിച്ചു വരുമ്പോഴും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ച നൈറ്റാണ്. പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്, ഓൾറെഡി ലീവാണല്ലോ. പിന്നെ സൺഡേ ആണ്, പഠിപ്പിച്ച് ലീവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ട്രെയിനിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എവിടേക്കാ പോണേ? എഴുത്തിനിരുത്താനോ? എവിടേക്ക് എവിടേക്കാ പോണേ? എവിടേക്ക്? മൂകാംബികയ്ക്ക് പോണോ? അപ്പോൾ ശിവു ഭയങ്കര വൈബിലായിരുന്നു കേട്ടോ. അവന് യാത്ര പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സന്തോഷം വേറെ ഇല്ല. അപ്പോൾ അമ്മമാരൊക്കെ അവിടെ സെറ്റപ്പ് ആയിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ എൻ്റെ സമയത്തിന് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അരുണേട്ടൻ എന്നെ പറ്റിച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി. അങ്ങനെ ട്രെയിനൊക്കെ വന്നു. അവൻ ആദ്യം കയറിയ സമയത്ത് ആക്ച്വലി അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അവനത് അത്ര ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. നമ്മൾ കൃത്യം 7 മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴാണ് ഇത്രയും പേര് അവിടേക്കാണെന്നുള്ളത് മനസ്സിലായത്. തൃശ്ശൂർ സ്റ്റേഷനിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഈ മൂകാംബിക സ്റ്റേഷനിലേക്കാണെന്ന് വിചാരിച്ചില്ല. ഇറങ്ങിയപ്പോൾ നല്ല തിരക്ക് തോന്നി. അപ്പോൾ കുറച്ചധികം സ്പീഡിൽ നടന്നു കേട്ടോ. കാരണം നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീക്കെൻഡാണ്, സോ തിരക്കുണ്ടാവുമെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അധികം നേരം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം വണ്ടി അന്വേഷിച്ച് പോയി അവിടെ എത്തിയിട്ട് വേണം റൂം എടുക്കാൻ. അതിനുശേഷം കുളിച്ചൊരുങ്ങിയിട്ട് വേണം എഴുത്തിനിരുത്താൻ പോകാൻ. അപ്പോൾ അവിടുത്തെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമല്ല, അറിയില്ല. അപ്പോൾ ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ അത്യാവശ്യം ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഓട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ടാക്സി ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് മൂകാംബിക അമ്പലം വരെ 600 രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഓട്ടോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവിടുന്ന് ബസ് ഉണ്ട് ഡയറക്റ്റ് മൂകാംബികയിലോട്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് മതിയായിരുന്നു. പക്ഷേ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ടും പിന്നെ ബസ്സിൻ്റെ അവിടേക്ക് ഇത്തിരി നടക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓട്ടോ ബസ് സ്റ്റോപ്പിൻ്റെ അതുവരെ കിട്ടില്ല കേട്ടോ. കാരണം ഇവരൊക്കെ ലോങ് ആയിട്ട് പോകുന്നവരെ മാത്രം നോക്കി നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാൻ പറഞ്ഞാൽ ആരും വരില്ല. നമ്മൾ അത്ര ദൂരം നടക്കേണ്ടി വരും. അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ നടന്നിട്ടാണ് പോകുന്നത്. അത് വേറെ കാര്യം. ഈ സമയത്ത് രാവിലെ നമുക്ക് നടന്ന് അങ്ങോട്ട് എത്തി നേരം വൈകിക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ എടുത്തു. പക്ഷേ ഒരുപാട് പേര് നടക്കുന്നത് കണ്ടു കേട്ടോ, ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നത് കണ്ടു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ ഈ എഴുത്തിനിരുത്തലൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മേ ബി ബസ്സിൽ തന്നെ പോകുള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഉച്ചവരെയാണ് എഴുത്തിനിരുത്തുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇനി എന്തെങ്കിലും ഡിലേ വരണ്ട, നമ്മളൊരു ആവശ്യത്തിന് പോയിട്ട് അത് നടക്കാതെ വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. കണ്ടോ, ഈ പാസഞ്ചേഴ്സൊക്കെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്ക്. അതായി ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അവിടുന്ന് തന്നെ മൂകാംബികയിലോട്ട് ഡയറക്റ്റ് ബസ് കിട്ടും. ബസ്സിലാവുന്ന സമയത്ത് ഇത്രയും 600 രൂപയൊന്നും വരില്ല. 4 പേർക്ക് 170 സംതിങ് എത്രയൊക്കെ വരുള്ളൂ 4 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 35-40 ഉള്ളിലാണ് വരുന്നുള്ളൂ. അപ്പോൾ ഓട്ടോ വന്നിട്ട് കുഞ്ഞു ഓട്ടോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് 3 പേർക്ക് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മടിയിലൊക്കെ ഇരുന്നിട്ട് അവിടെ എത്തിച്ചു. അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ ഇപ്പം എന്ന് പറഞ്ഞിരുന്നു. നോക്കുമ്പോൾ അത്യാവശ്യം 1 മണിക്കൂറിൻ്റെ അടുത്ത് ദൂരം ഉണ്ടായിരുന്നു. റോഡിലൊക്കെ നിറച്ച് പശുക്കളും അതുപോലെ ഈ ഗുജറാത്തിലൊക്കെ എത്തിയ പ്രതീതിയായിരുന്നു. ഫുള്ളൊരു ഗ്രാമപ്രദേശവും കാട്ടുവഴിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം പോകുന്ന കാരണം കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, എത്തിയോ 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 എന്നുള്ളത്, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് യാത്ര കാണാം. ഇതെല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. ഇവരൊന്നും രാത്രി ഉറങ്ങിയില്ല തോന്നുന്നു. എനിക്കാണെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ്. ഇങ്ങനെ ആടി ആടി ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് യാത്ര കാണാം കേട്ടോ.
അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ചേട്ടൻ അവിടെ നിർത്തി തന്നു കേട്ടോ. അപ്പോൾ അന്നേട്ടൻ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. നമ്മളങ്ങനെ മൂകാംബിക എത്തിയിട്ടോ. ആ ഗോപുരം കഴിഞ്ഞ് അധികം ദൂരമില്ല. അപ്പോൾ അന്നേട്ടൻ ഞാൻ ഓട്ടച്ചേട്ടൻ്റെ അപ്പുറത്ത് ഇരുത്തിയിട്ട് ഞാൻ സുഖമായിട്ട് ബാക്കിലിരുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ബസ് സ്റ്റോപ്പാണ്, അതായത് എന്താ പറയുക ബസ് സ്റ്റാൻഡാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടുന്ന് മൂകാംബികയിൽ നിന്ന് ബസ്സിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ബസ്സിൽ വരലും പോകലുമാണ് ബെറ്റർ. ഇപ്പം ചാർജ് വെച്ചിട്ട് മാത്രമല്ല, മൊത്തത്തിൽ അതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മളവിടെ പോയിട്ടാണ് റൂമുകളും കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 3-4 സ്ഥലത്ത് പോയപ്പോൾ നമുക്കൊന്നും ഒന്നാമത്തെ ഇഷ്ടപ്പെട്ടില്ല. റൂമൊന്നും അത്ര സ്പേസ് ഇല്ലാത്ത മാതിരി തോന്നി. 2 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. നമ്മളൊരൊറ്റ റൂം തന്നെ മതിയെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ഹോട്ടലിൽ പോയി. അവിടെ ആകുമ്പോൾ നമുക്ക് കോസ്റ്റും 2000 രൂപയെ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ റൂമാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി. ഈ 4 പേരെയും കുളിച്ചൊരുങ്ങണ്ടേ. അപ്പോൾ റെഡിയായി വേഗം അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. നേരെ വേഗണ്ടാന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേനും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് അമ്പലത്തിൽ തൊഴുതതിന് ശേഷം വേണം എഴുത്തിനിരുത്താൻ. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് 2 അടി നടന്നു കഴിഞ്ഞാൽ ഒരു പാലം, ആ പാലത്തിൻ്റെ നേരെ മുമ്പിലാണ് അമ്പലം കേട്ടോ. അപ്പോൾ അത്രയും അടുത്താണ്. നമ്മുടെ റൂമിൽ നിന്ന് വേണമെങ്കിൽ നോക്കിയാൽ തന്നെ, മീൻസ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ പോണ വഴിക്ക് അമ്മ ഈ പൂത്തട്ട്, ദേവിക്ക് പ്രധാനം സാരി, മറ്റേ പട്ടും പൂക്കളുമാണല്ലോ. അപ്പോൾ പൂക്കളുടെ തട്ട് അവിടെ എല്ലായിടത്തും കാണാം. 100 രൂപയാണ് ഒരു തട്ടിനുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അത് വാങ്ങിയിരുന്നു, 2 അമ്മമാരും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി തൊഴാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആ പോയ ടൈമിൽ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത്തത് ഈ ഒരു എക്സാം ടൈമും കാര്യങ്ങളൊക്കെ അല്ലേ, അത് കാരണം കൊണ്ടായിരിക്കാം വലിയ തിരക്ക്, മീൻസ് വലിയ തിരക്ക് എന്ന് പറയാനില്ല. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്നാലും ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗുരുവായൂരൊക്കെ കാണുന്ന രീതിയിൽ മണിക്കൂർ കണക്കിനൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. നമ്മളൊരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ കയറി തൊഴുതി ഇറങ്ങിയായിരുന്നു. അപ്പോൾ പോണ ആ ഒരു പ്രദക്ഷിണത്തിൽ ദേവിയുടെ ഇങ്ങനെ ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയ സമയത്ത് കേരളമാണോ എന്ന് സംശയിച്ച് പോകുന്ന രീതിയിലായിരുന്നു. ഫുൾ എല്ലാവരും മലയാളികൾ, അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളം മാത്രം. പിന്നെ അവിടെയുള്ളവർ സംസാരിക്കുന്നത് വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള മലയാളമായിരുന്നു കേട്ടോ. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയ സമയത്ത് ആ ജീപ്പ് ഓടിച്ചിരുന്ന ചേട്ടൻ വന്നിട്ട് മലയാളിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു, അത്രയും ഫ്ലുവൻ്റ് ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ആൾ കന്നഡക്കാരനാണ്, പക്ഷേ മലയാളം അവിടെ വന്ന് പഠിച്ച്, ഇങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെ കൊണ്ടുപോയി പഠിച്ചതാണെന്ന്. അത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. നമ്മൾ മലയാളം അറിയാത്ത ഒരാൾ സംസാരിക്കുന്ന രീതിയല്ലായിരുന്നു അത്. അവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. പിന്നെ കേരളത്തിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ അവിടെ ചെല്ലുന്നത് എന്നുള്ളത് മനസ്സിലായി. വളരെ റെയറായിട്ടാണ് വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ അവിടെ കണ്ടുള്ളൂ. അപ്പോൾ രാവിലെ ഇതേ നമ്മൾ അങ്ങനെ വേഗം തൊഴുതിറങ്ങാനുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ സരസ്വതി മണ്ഡപത്തിൽ രാവിലെ 6 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. 6 മണിക്ക് തന്നെ വിദ്യാരംഭവും അതുപോലെ ചോറൂണും ഒരുമിച്ചാണ് ഉണ്ടാവുക. നമ്മൾ അവിടെ നിന്ന് തന്നെ റിസീപ്റ്റ് എടുത്താൽ മതി, അവിടെ പോയിട്ട് തന്നെ എടുത്താൽ മതി. മുന്നക്കൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 200 രൂപയാണ് വിദ്യാരംഭത്തിനുള്ള റിസീപ്റ്റിന് ആയിട്ടുണ്ടായിരുന്നത്. ചോറൂണും അവിടെ തന്നെ നമുക്ക് സെയിം, ഇന്ന സമയമൊന്നുമില്ല. വിദ്യാരംഭത്തിൻ്റെ കൂടെ തന്നെ ചോറൂണിനുള്ള കുട്ടികളും ഇരുന്നിട്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കൂടെ തന്നെ ചോറൂണിനുള്ള കുട്ടികൾ
ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എഴുത്തിന് ഇരുത്താനൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, അവിടെ പോയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. മുന്നക്കൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഹോളിയാണ് കേട്ടോ, ഈ ശനിയാഴ്ച ഹോളി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അവിടുത്തെ എന്തെങ്കിലും ആചാരങ്ങളായിരിക്കാം എന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോൺ അലൗഡ് അല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റാണ് കേട്ടോ ഞാൻ കണ്ടത്. പക്ഷേ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി പുറത്തുള്ള എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ആരും ഒന്നും പറയാനൊന്നും വന്നേർന്നില്ല. കഴിഞ്ഞ അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം അറിഞ്ഞിട്ട് റെസിപ്റ്റ് എടുക്കാൻ പോയിക്കായിരുന്നു. ഇവിടെ അങ്ങനെ റെസിപ്റ്റ് എടുത്ത് പേര് വിളിക്കൊന്നും വേണ്ട. റെസിപ്റ്റ് കിട്ടി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അവിടെ കയറിയിരിക്കാം. സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ വന്നിട്ട് ടോക്കൺ മേടിച്ച് പൊക്കോളും. एवं गुणा विशेषेण विशिष्टायां पुण्यायां पुण्यकाले महापुण्य शुभतिथौ आचार्यं केन कारयिष्ये അപ്പോൾ ഫസ്റ്റ് നമ്മളവിടെ നിന്നതിന് ശേഷം കുറച്ച് മന്ത്രങ്ങളൊക്കെ നമ്മളോടും പറയാനൊക്കെ പറയട്ടോ. അതിനുശേഷം കുറച്ച് അരി കയ്യിൽ തരും, നന്നായി പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ മുമ്പിലോട്ട് ഇടാൻ പറയും. അതിനുശേഷമാണ് പ്ലേറ്റും അരിയൊക്കെ കൊടുന്ന് വെച്ച് തരിക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിനിരുത്താനുള്ളവരും ചോറൂണിനുള്ളവരൊക്കെ ഒരുമിച്ചായിരിക്കാന്ന്. നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നവർ ചോറൂണിനുള്ളവരാണ്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ വേറെ കൊടുക്കും കേട്ടോ. അങ്ങനെ വേറെ വേറെ സമയമൊന്നുമില്ല. ആര് വന്നാലും എപ്പോൾ വന്നാലും ഉച്ച വരെയാണ് തോന്നുന്നുള്ളത്. ആ ടൈമിലൊക്കെ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇരിക്കാം. അങ്ങനെ അപ്പുറത്തിരിക്കുന്ന കുട്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു ശിവുവിന് കരച്ചിൽ കണ്ടിട്ട് ഇനി അവനൊരു ടെൻഡൻസി വരുമോ എന്നുള്ളത്. ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ആള് കുറച്ച് ഉഷാറായിട്ടിരുന്നു. विद्या अवयव मूर्तये सर्वा विद्या प्रदायिने मुकाम्बाये नमो नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी पेंसिल तोले अंजन गिरते कर करना आप उनको इट्ಕೊಂಡು ಬರೆಯಿರಿ. हरे श्री गणपतये नमः.
ഇല്ലെങ്കിൽ പെൻ പിടിക്കും നല്ല കുട്ടികളെ കപ്പ എടുത്തരാം പിന്നെ കപ്പ എടുത്തരാം പിന്നെ തരാം ശിവുവിനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വാശിയായിരുന്നു കേട്ടോ. വാശി പിടിക്കലൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പിടിക്കാനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ കൈ പിടിപ്പിച്ച് എഴുതിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തിരിക്കും, കുറച്ച് നേരം എൻ്റെ അടുത്തിരിക്കും, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ മാതിരി വലിയ വാശിയൊന്നും പിടിച്ചില്ല. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, എഴുത്തിനിരുത്താൻ പോവുകയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ സ്കൂളിൽ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ആൾ ഓക്കെ ആയിരുന്നു, അറിയാമായിരുന്നു. പിന്നെ ആൾ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞ് ശീലമായില്ലോ, കുട്ടിയുടെ മനസ്സിൽ അതുണ്ടല്ലോ, അത് കാരണം കൊണ്ടായിരിക്കാം. ഇതിന് ശേഷം അരയിൽ എഴുതിയതിന് ശേഷം നാക്കിൽ സ്വർണം കൊണ്ട് അവർ എഴുതിക്കും കേട്ടോ. അവർ തന്നെ വന്ന് എഴുതിപ്പിക്കും. നമ്മൾ നമ്മുടെ ഗോൾഡ് എന്തെങ്കിലും ഓർണമെൻറ്റ്സ്, ഇപ്പം മോതിരാണ് അഴിച്ചു കൊടുക്കുക, അപ്പോൾ ആ തിരുമേനി തന്നെ വന്നിട്ട് നാക്കിൽ എഴുതിക്കും. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നേക്കൂട്ടി പറഞ്ഞു വെച്ചാൽ മതി. കുട്ടികൾക്ക് അറിയില്ലല്ലോ, അവരെന്തെങ്കിലും മരുന്ന് തരാനാവും ഇഞ്ചക്ഷൻ വയ്ക്കാനാവും ആ ഒരു ചിന്തയായിരിക്കുമല്ലോ. അപ്പോൾ അതായിരിക്കാം ബാക്കിയുള്ളവരൊക്കെ വാശി പിടിക്കുന്നത്. പിന്നെ അവൻ്റെ ആ മൂഡ് അപ്പോൾ ശരിയായ കാരണം കൊണ്ടാണ് കേട്ടോ. ഇവനും വാശി പിടിച്ചിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു, എഴുതലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ള മാതിരിയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കുട്ടി ചോറൂണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് ചോറൂണിനുള്ള സമയമായി. അതായത് പ്രസാദം നേദ്യം ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവർ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ നേദ്യം കൊണ്ടുവന്ന് കൊടുത്തു. നമ്മൾ തന്നെയാണ് കേട്ടോ, ചോറൂണാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ, ചോറൂണ് പിന്നെ സാധാരണ നമ്മൾ തന്നെയാണ് കൊടുക്കുക. എഴുത്തിനിരുത്തലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ തിരുമേനിമാരോ അല്ലെങ്കിൽ ആചാര്യമാരൊക്കെ അല്ലേ ചെയ്യുക, ഇത് നമ്മൾ തന്നെയാണ് കേട്ടോ. അച്ഛനും അമ്മയും തന്നെയാണ് എഴുത്തിനിരുത്തലും കാര്യങ്ങളും. അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ അമ്മമ്മമാരോ മുത്തച്ഛന്മാരോ ആരാച്ച അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ആരാച്ച അവർ ചെയ്യും. അപ്പോൾ ഇതേ നാവിൽ മോതിരം കൊണ്ട് എഴുതിക്കുകയാണ്. അപ്പോൾ അമ്മ നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്, അത് കാരണം കൊണ്ട് എഴുതിക്കുന്നത് കിട്ടിയില്ല കേട്ടോ. സൈഡിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അവൻ ജസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാക്ക് തുറന്നിങ്ങനെ പിടിച്ചാൽ മതി, നാക്കിൽ എഴുതിക്കുന്നു. അങ്ങനെ നാക്ക് എഴുതിപ്പിച്ചു, അത്ര തന്നെ. ഒരുവിധം കുട്ടികളൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇരുന്നിരുന്നു കേട്ടോ. ചിലവർ മാത്രമേ അങ്ങനെ കരഞ്ഞിട്ടുള്ളൂ, പേടിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ദക്ഷിണയൊക്കെ വെച്ച് ഇതേ പ്രസാദം കൊടുന്ന് തന്നു, പ്രസാദമൊക്കെ തൊട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചടങ്ങുകൾ വരുന്നത്.
അപ്പോൾ ഇത് എന്തോ അവിടുത്തെ എന്തോ ഒരു കലാരൂപമാണ്, ഹോളി ആയതുകൊണ്ട് ഉള്ള എന്തോ സംഭവമാണ് കേട്ടോ. നമ്മൾ അധികം നേരം കാണാൻ നിന്നില്ല. 11:30 ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ. അത്രയും നേരം ഭക്ഷണം കഴിക്കാത്ത കാരണം കൊണ്ട് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നേരെ വേഗം ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഇതിന് ശേഷം ഉച്ചയ്ക്കുള്ള വീഡിയോ നമ്മൾ കുടജാദ്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.